ഹലോ, അസ്സലാമു അലൈക്കും ഗായ്സ്. ആര്യ വ്ളോഗ്സിലേക്ക് സ്വാഗതം. പിന്നെ എങ്ങനെയാണ് എല്ലാവരും? നോമ്പൊക്കെ ഉഷാറായിട്ട് റാഹത്തായി പോകുന്നില്ലേ? നല്ല വെയിലാണില്ലേ? എന്നാലും അൽഹംദുലില്ലാ നമുക്ക് നോമ്പൊക്കെ നിൽക്കാൻ കഴിഞ്ഞ്. ആർക്കും ഒരു അസുഖവും ഇല്ലാതിരിക്കട്ടെ. ലോക മുസ്ലിങ്ങൾക്ക് അള്ളാഹു ഹൈറ് നൽകട്ടെ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തും അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളെ നോമ്പും നിസ്കാരവും ദിക്റും കാര്യങ്ങളും ഖുർആനോത്തും ഒക്കെ നമ്മൾ സ്വീകരിക്കട്ടെ. ഞാൻ ചെറിയൊരു വ്ളോഗുമായിട്ട് വന്നതാണ്. മറ്റൊന്നുമല്ല, ഞങ്ങളെ വീടിൻ്റെ വാർപ്പാണ്. വീട് വെച്ചാൽ ഞങ്ങളെ തറവാട്, ഞങ്ങൾ ജനിച്ചു വളർന്ന ഞങ്ങളെ വീട്ടിൽ വാർപ്പാണ്. വീടിൻ്റെ വാർപ്പും ഞങ്ങളെല്ലാവരും മക്കളും മരുമക്കളും പേരമക്കളും എല്ലാവരും ഒരുമിച്ചുള്ളൊരു നോമ്പ് തുറയാണ് കേട്ടോ. അപ്പോൾ നോമ്പ് തുറ എന്ന് വെച്ചാൽ അടുത്ത് തന്നെയാണ് മറ്റൊരാങ്ങളുടെ വീട്, മുറ്റത്ത് തന്നെയാണ്. അവിടെ നിന്നാണ് നോമ്പ് തുറ ഉണ്ടാക്കുന്നത്. ഞങ്ങളെ വീട്ടിലെ വാർപ്പുമാണ്. എമ്മും ഇപ്പൊക്കെ നിൽക്കുന്നത് ഇവിടെ വീട്ടിലാണ് കേട്ടോ, ഈ ആങ്ങളുടെ വീട്ടിലാണ്. അപ്പോൾ എല്ലാവരും ഇതാണ് ഞങ്ങളെ വീടിൻ്റെ പരിസരമൊക്കെ കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ ഇവിടെ മൺ റോഡ്, ഇപ്പോൾ റോഡ് ഇനി ടാർ ചെയ്യാനായിട്ട് കുറച്ച് അങ്ങ് എത്തിയാൽ മെയിൻ റോഡായിട്ടോ. നോമ്പ് തുറയും വിശേഷങ്ങളും ഒക്കെ കണ്ടോളൂ കേട്ടോ. ഞാൻ നിൽക്കില്ല. എന്നോട് സമൂസ, പഴംപൊരി പൊരിച്ച് വെച്ചിന ഇത് ഉണ്ടാക്കാനുള്ളത്. പിന്നെ ഞങ്ങൾ തന്നെ വലിയ കുടുംബമാണ് കേട്ടോ. ഞങ്ങൾ 9 മക്കളും പേരമക്കളും മരുമക്കളും എല്ലാവരും പാടെ കുടുംബം. ഞങ്ങൾ തന്നെ വലിയൊരു കുടുംബമുണ്ട്. നോമ്പ് തുറക്കാൻ അത്രയും ആൾക്കാർ കൂടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഞങ്ങളെ വീട് പൊളിച്ചിട്ട് എല്ലാവർക്കും ദുഃഖമുണ്ട്. വീട് നന്നായി എത്ര പെട്ടെന്നായി കിട്ടട്ടെ. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. ഞങ്ങൾ ഉമ്മയും ഉപ്പയൊക്കെ ആങ്ങളുടെ വീട്ടിലാണുള്ളത്. ചെറിയ ആങ്ങള പച്ചമുന്തിരിയാണ് ഭാര്യ നിൽക്കാൻ ചെയ്തിട്ടുള്ളൂ. കൊണ്ടുവരണം. വീട് പണിയൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ടുവരാൻ. ഞങ്ങൾ അങ്ങനെയൊക്കെ ഇതിലാണ് നിൽക്കുന്നത്. അതെല്ലാം റാഹത്താക്കി വേഗം ചെയ്ത് തരട്ടെ. ഇത് ചിക്കൻ കറിയാണ്, പത്തിരിയിലേക്കുള്ള പത്തിരി, വെള്ളപ്പം, പിന്നെ എന്താ നൂൽപുട്ടൊക്കെ ഉണ്ടെങ്കിൽ മീൻ കറി ഉണ്ട്. പുറത്ത് വെച്ചാൽ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെ വീടൊക്കെ പൊളിച്ചിട്ട് വീട് പണിയാണല്ലോ. ആങ്ങളുടെ വീട്ടിൽ നിന്ന് അടുത്തന്നെ ആങ്ങളുടെ വീട്, അവിടെ നിന്നാണ് സംഭവം ഉണ്ടാക്കിയതും നോമ്പ് തുറന്നൊക്കെ അവിടെ നിന്ന് ചെയ്തിട്ടോ. വത്തക്ക ജ്യൂസ് ഉണ്ടായിരുന്നു, കക്കരി ജ്യൂസ് ഉണ്ടായിരുന്നു. എന്താ പൊക്കവട ഉണ്ടാക്കാൻ മാവ് കുട്ടി വെച്ചാട്ടോ. പിന്നെ പഴംപൊരി ഉണ്ടായിരുന്നു, പിന്നെ സമൂസ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കൊറോണത്തിൻ്റെ പേരൊന്നും എനിക്ക് അറിയുന്നില്ല. കൊറോണത്തിന് എനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കഴിയുന്നതൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ പൊതുവെ നമ്മളെ വീട്ടിലാരും വീഡിയോയുടെ മുന്നിലേക്ക് വരില്ല കേട്ടോ. എല്ലാവരും വരുമ്പോൾ അങ്ങനത്തെ ഇതിനൊക്കെ ഒരു മടിയുള്ള ആൾക്കാരാണ്. ഇങ്ങനെ ഓരോരോ സാധനം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ കാക്കൻ്റെ മോൻ ഒരായി പറയും. ആരും വീഡിയോയിൽ വരില്ല. അങ്ങനത്തെ മക്കളാണ് മക്കളൊക്കെ. നല്ല അയക്കൂറ മീനല്ലേ, അടിപൊളി. ഒക്കെ ഒന്ന് പൊരിച്ചാണ്ട കുറച്ച് അടുത്ത് വെച്ചോ. ആവശ്യം ഉണ്ടോന്നത് ഒക്കെ വാശിയിലുണ്ടല്ലോ. ഇങ്ങനെ വാരി കൊടി വെച്ചിട്ട് അതിന് ഉരുള എത്തിക്കരുത്. അങ്ങനെ മതി സ്പൂണോട് കുഴിച്ചാൽ കുറേ ആക്കൊന്നും ഒന്നും ഉണ്ടായ
എപ്പോഴും നമുക്ക് വീട്ടിലെത്തിയിട്ട് പറയാം. എന്നോട് കോടെ സംഭവം എന്താ കോട കോട ആട് കൊണ്ടുവച്ചില്ലേ ഭക്ഷണം കഴിക്കലെങ്കിലും പൊട്ടമായ നിസ്കരിച്ചാൽ ഭക്ഷണം കഴിക്കാം. പൂവിയാട്ടെ പോയി കഴിയോ ഇതാവുണ്ട്. നോയേ സീറ്റുണ്ടോ? ക്യാമറമാൻ എത്തിയിരിക്കുന്നു. ഇവിടെ ഫോട്ടോ എടുത്ത് പോയിട്ട് കൊടുക്കും. വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യട്ടോ. എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മളെ വീടുകൂടെ എത്ര കുട്ടിയാവട്ടെ. അതുപോലെ നമ്മുടെ കാര്യം ഖുർആനൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്ക് അനുകൂലമായൊരു നോമ്പാവട്ടെ. നാളെ മറ്റുള്ള എല്ലാവർക്കും അസ്സലാമു അലൈക്കും.